ഇന്നത്തെ ഗാനങ്ങളെക്കുറിച്ച് മാസ്റ്റർ അഭിപ്രായം എന്താണ്? ഇപ്പോഴത്തെ പാട്ടുകളെക്കുറിച്ച്? ഇപ്പോഴത്തെ പാട്ടുകൾ ഏറ്റവും കുറവ് കാണുന്നൊരു സംഭവം വെച്ചാൽ കവിതകളില്ല. കവിതകളില്ലാത്തതൊരു പാട്ടിന് ദോഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനും അതേപോലെയാണ്. സിറ്റുവേഷൻ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരോട് ഈ പാട്ട് എന്തിനാട്ടെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ പച്ചമാങ്ങ എന്നുള്ള പാട്ട് വരുമ്പോൾ അതിൻ്റെ സിറ്റുവേഷനിലേ പറ്റുള്ളൂ. അതിനകത്ത് കവിത വേണം അത് വേണമെന്ന് പറയാൻ പറ്റില്ല. രാക്ഷസി വരുന്നത് അതൊക്കെ ഓരോ സിറ്റുവേഷൻ സോങ്ങായിട്ട് അങ്ങോട്ട് പോകും. അല്ലാതെ വരുന്ന ഒത്തിരി നല്ല പാട്ടുകൾ ഇപ്പോഴൊക്കെ ഉണ്ട്. നമ്മൾ ഒത്തിരി ആൾക്കാർ ചെയ്യുന്ന, നമ്മുടെ ജയചന്ദ്രനൊക്കെ ചെയ്യുന്ന ഒത്തിരി നല്ല പാട്ടുകളുണ്ട്. അതേപോലെ ജോൺസൺ ചെയ്തിരുന്നു, ഔസേപ്പച്ചൻ ചെയ്തിരുന്നു. അങ്ങനെ ഒത്തിരി നല്ല നല്ല പാട്ട്. ഇപ്പം രവീന്ദ്രന് ശേഷം നമുക്ക് ഇവരൊക്കെ തന്നെ അല്ലേ ഉള്ളൂ. പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ അവർക്ക് കഴിവുള്ളവർ തന്നെയാണ്. അവർ റെപ്യൂട്ടേഷൻ ഇല്ലാണ്ട് നോക്കിയാൽ കൊള്ളാവുന്നൊരു അപേക്ഷയുണ്ട്. പല പാട്ടുകളും റെപ്യൂട്ടേഷൻ വരാതെ സൂക്ഷിച്ചാൽ നല്ലത്. മാഷങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു? ഏതെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ അബദ്ധത്തിൽ? എനിക്ക് ഞാൻ മറവിക്കാരനായതുകൊണ്ട് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. മാഷ ഒരു പാട്ടിന് തന്നെ പല ഈണങ്ങൾ ഇടുമായിരുന്നു കേട്ടിട്ടുണ്ട്. ഉണ്ട്. അത് ചെയ്യാതെ പറ്റില്ല. അതായത് 6-7 ട്യൂൺ വരെ കിട്ടുന്നുണ്ട് ഒരേ കവിതക്ക്. അതിലൊന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്ന് തിരഞ്ഞെടുക്കും. അതെ. അപ്പൊ ഈ നമ്മൾ ആദ്യം പറഞ്ഞ് പാടി കേൾപ്പിച്ചതിനായിരിക്കും പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ അത് മതിയെന്ന് പറയുന്നു. അപ്പോൾ നമുക്കിങ്ങനെ സമയം കളയുക, ദിവസങ്ങൾ തള്ളുക, നമ്മളെ നൊമ്പരപ്പെടുത്തുക എന്നുള്ള ഒരു ഇച്ഛാഭംഗം ഉണ്ടായില്ലേ? ഇപ്പോൾ പല ട്യൂണുകളും വേണ്ടെന്ന് പറഞ്ഞ ഒടുവിൽ പഴയ തന്നെ എടുക്കുമ്പോൾ. അതെ. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഈ വേണ്ടെന്ന് പറഞ്ഞ ട്യൂണിൽ തന്നെ പലതും നല്ലത് കാണും. അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് അത് സൂക്ഷിക്കാൻ പറ്റാത്തൊരു രീതിയിലാണല്ലോ. നമുക്കത് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളും മറ്റുള്ളതൊന്നും ഇന്നത്തെ പോലെ ടെക്നിക്കലായിട്ടൊന്നും ഇല്ലല്ലോ. അതെ, എല്ലാം ഒരുപാട് സൗകര്യങ്ങൾ. അന്ന് ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ട്യൂണ് മനസ്സിൽ തോന്നുന്നത് ഈ ഉടനെ എടുത്തു വെക്കുക. ഇത് വേറെ എവിടെ കൊള്ളിക്കാനും ബുദ്ധിമുട്ടാണ്. ഇതുപോലെ കവിത കിട്ടണ്ടേ? കുറച്ചു മുമ്പേ ചോദിക്കാൻ ഉദ്ദേശിച്ചാണ്, സുജാതയുടെ കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കാൻ ഉദ്ദേശിച്ചാണ്. മാഷ ആദ്യം തുടങ്ങി വെക്കുന്നതൊക്കെ എല്ലാവരും പ്രശസ്തരാകും തോന്നുന്നല്ലോ. AR റഹ്മാൻ മാഷ്ട കൈനാണ് ആദ്യത്തെ ശമ്പളം എന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? അതൊക്കെ അതാ ദൈവനിമിത്തം, അല്ലാണ്ട് നമ്മളൊന്നും ചെയ്യുന്നതല്ല. ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊടുക്കുന്നത് അത് ആ നിമിത്തമായിട്ട് വന്നു ചേരുന്നതാണ്. മാഷ്ടയിൽ എന്തെങ്കിലും വാങ്ങേണ്ടിയിരിക്കുന്നു? അപ്പോൾ എനിക്ക് പണ്ട് എൻ്റെ പല സ്നേഹിതന്മാരും പറയും, 1 രൂപ കൈനീട്ടുന്നാന്ന് പറയാറുണ്ട്. പക്ഷെ എന്താണ് എൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. AR റഹ്മാനായിട്ട് എങ്ങനെയായിരുന്നു അന്നിങ്ങനെ തുടങ്ങുമ്പോൾ അറിയുമായിരുന്നു അദ്ദേഹം എവിടെയൊക്കെ ഓസ്കാർ വരെ എത്തുമെന്ന് ഒരു തോന്നലുണ്ടായിരുന്നോ? തോന്നില്ല. നല്ലൊരു സംഗീത പേര് കേൾക്കുന്ന ഒരു പയ്യനായിട്ട് വരുമെന്ന് മനസ്സിലുണ്ടായിരുന്നു. ഓസ്കാർ വരെ പോകുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് തന്നെ ഞാൻ ഈ ശേഖറുമായിട്ട് ബന്ധപ്പെടുന്നു. 68 ഞങ്ങൾ കമ്പോസിങ് ഇങ്ങനെ നടക്കും. പിന്നീട് അങ്ങേരും ബിസിയായപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കമ്പോസിങ് ചെയ്യേണ്ട ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ആർ കെ ശേഖർ. അപ്പോൾ അത് അങ്ങേര് സ്റ്റുഡിയോ എന്ന് പറയാൻ അന്ന് 2-3 പേരുടെ ജോലി ഒന്നിച്ച് റെക്കോർഡിങ് ചെയ്യുന്ന സന്ദർഭം ഉണ്ടാവും. ദേവരാമാഷുണ്ടാവും, സ്വാമി ഉണ്ടാവും, രാഘവമാഷുണ്ടാവും, ഇങ്ങനെ പലരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തിരക്കായപ്പോൾ ഞാൻ എന്നോട് പറയും, എന്നെ 1 രൂപ അറേഞ്ച് ചെയ്യണം കേട്ടോ. അവിടെ വീട്ടിൽ ഞാൻ ഇത്ര മണിക്ക് വരും, നമുക്ക് അവിടെ നിന്ന് കമ്പോസിങ് നടത്താം. അങ്ങനെ കമ്പോസിങ് നടത്താറുണ്ട്. ആ ഇരിക്കുന്ന സമയത്തെല്ലാം പയ്യൻ വന്ന് അവിടെ ഇരിക്കും കമ്പോസിങ്ങിൻ്റെ സമയത്തൊക്കെ. ഞങ്ങൾ കമ്പോസിങ് കഴിഞ്ഞ് പോകുമ്പോൾ ഹാർമോണിയം അവിടെ ഉണ്ടാകും. അതെടുത്ത് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെറുതെ ഇങ്ങനെ തട്ടിമുട്ടി പോകും. പിന്നെ അതൊരു മെലഡി, നമ്മൾ കമ്പോസിങ് കഴിഞ്ഞ മെലഡി പതുക്കെ വെക്കാൻ തുടങ്ങി വർഷങ്ങളായപ്പോൾ. പിന്നീട് അദ്ദേഹത്തിന് പിയാനോ ക്ലാസ്സിന് അയച്ചു. പിയാനോ ക്ലാസ്സിൽ നല്ല രീതിയിൽ വളർന്നു വന്നു. വേറെ പഠിത്തമൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. ഈ പിയാനോ മെയിനായിട്ട് എടുക്കും, ഇരുന്ന് വായനയാണ്. ഊണ് ഉറക്കൊന്നൊരു പ്രശ്നമല്ല. അങ്ങനെ വളർന്നു വന്നപ്പോഴാണ് കമ്പോസിങ് എനിക്ക് തോന്നി. അപ്പോൾ ഇതിനിടയ്ക്ക് അദ്ദേഹം മരിച്ചു. ആർ കെ ശേഖർ മരിച്ചു. 76 അദ്ദേഹം മരിച്ചു. അപ്പോൾ മിക്ക പാട്ടുകൾക്കും ഞാൻ സ്റ്റുഡിയോയിൽ കൊണ്ടുപോകും. വായന ശക്തിയായിട്ടൊന്നുമല്ല, ഒന്ന് സ്റ്റുഡിയോ ആയിട്ട് ബന്ധം, വേറെ കീബോർഡ് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചുള്ള ഇയാൾക്ക് വരാവുന്ന രീതിയിലുള്ള ശക്തി അനുസരിച്ച് നോട്ട്സ്
കൊടുക്കുക. അപ്പോൾ ജോൺസൺ ഉണ്ടെങ്കിൽ ജോൺസൺ പറയും മക്കളെ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, ഹെവി ഒന്നും വേണ്ട, അങ്ങനെ അങ്ങ് പോകും. പിന്നീട് ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സിന് ആ പയ്യൻ വായിക്കാൻ പോയി, ഇളയരാജ പലർക്കും വായിക്കാൻ പോയി. അപ്പം ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോ കൊണ്ടുപോയി. അതാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ എനിക്ക് പൈസ തന്നെന്നൊക്കെ പറയുന്നത്. ടേപ്പ് റെക്കോർഡർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തി എന്തോ പറയാറുണ്ട് അദ്ദേഹം. അത് ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ. ഇതിനിടയ്ക്ക് അദ്ദേഹം കമ്പോസിങ് തുടങ്ങി, ജിംഗിൾസ്, പരസ്യത്തിന് വേണ്ടിയുള്ള. ആ പരസ്യത്തിൻ്റെ ജിംഗിൾസ് കേട്ടാണ് മണിരത്നം റോജയ്ക്ക് വിളിക്കുന്നത്. റോജയിലെ പാട്ടുകൾ വന്നതിന് ശേഷം ആ ആദ്യത്തെ പടത്തിന് തന്നെ നാഷണൽ അവാർഡ്. അതൊരു ഭാഗ്യമല്ലേ. പിന്നെ അങ്ങോട്ട് പോവുകയല്ലേ പിടുത്തം കിട്ടാതെ. ഇതെല്ലാം ആകുന്നതിന് മുമ്പ് ഞാൻ തള്ളയോട് പറയും എപ്പോഴും, അവനെ സൂക്ഷിക്കണം, അവനൊരു ദൈവാനുകൂലമുള്ള ചെറുക്കനാണ്. അന്നേ ഞാൻ പറയാറുണ്ട്. എങ്ങനെ പറയുന്നോ എന്നോ എനിക്കറിയാം, പറയാൻ തോന്നി പറഞ്ഞ്. ഈ ശേഖർക്ക് ശരിക്കും മലയാളിയാണോ? അല്ല, തമിഴൻ തന്നെ, തമിഴാണ്. മധുരയാണോ? അല്ല, പിന്നെ മദ്രാസുകാരനാണ്. ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമായിരുന്നു വെച്ചാൽ ഒരു കുടുംബ സുഹൃത്ത് കൂടാണ്ട് ജ്യേഷ്ഠനിന്റെ ബന്ധം, അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു. റഹ്മാനായിട്ട് ഇപ്പോഴും ആ സൗഹൃദം ഉണ്ട്. എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കുക, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കുക, പറയുകയൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഒട്ടും അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇന്നിപ്പോൾ ചുറ്റും പട്ടാളക്കാരാണ്. മാഷ്ക്ക് നാടക ഗാനങ്ങൾക്ക് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അവാർഡ് എനിക്കൊരു നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു 13 നാടകഗാനങ്ങൾക്ക് ഉണ്ട്. പക്ഷെ സിനിമാ സംഗീതത്തിന് അങ്ങനെ കിട്ടിയിട്ടില്ല. സിനിമ ഗാനം അത് എന്തുകൊണ്ടാണ്? അത് ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നുണ്ട്. എനിക്കും ഇല്ല സുകുമാരൻ, ഞങ്ങൾ ഒന്നിച്ചാണല്ലോ ഒത്തിരി പാട്ടുകൾ ഒരുപാട് ചെയ്തത്.